Hello, good morning. Good morning. Good morning. നേരത്തെ ക്യാമറ ഓൺ ആയില്ല, അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയി പോയി. ക്യാമറ ഓൺ ആവാത്തതുകൊണ്ട് എക്സിറ്റ് ചെയ്ത് വീണ്ടും കൂടി ജോയിൻ ചെയ്തതാണ് ഞാൻ. അതുകൊണ്ട് 2-3 മിനിറ്റ് അവിടെ പോയി. ഓക്കെ, സുഖാണോ എല്ലാവർക്കും? മഴയൊക്കെ ഉണ്ടോ നന്നായിട്ട്? മഴയുണ്ടാ? ഹലോ ഹലോ. മഴയുണ്ട്. സുഖല്ലേ എല്ലാവർക്കും? മഴയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാ എല്ലാവർക്കും സുഖാണെന്ന് തോന്നുന്നു. പനിയും അതൊന്നും ഇല്ലല്ലോ? ഇല്ല. എന്ത് പറ്റി? സുഖാണെന്നാണോ? ആരോ കോൾഡ്. അക്ഷയക്ക് സുഖം, എന്താ പറയാ, കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഓക്കെ. എല്ലാവർക്കും ഉണ്ട്. കാരണം കുറച്ച് ക്ലൈമറ്റ് ഒക്കെ കുറെ മാറി, കാറ്റ്, മഴ, ചിലപ്പോ ഭയങ്കര വെയില്, എല്ലാം കൂടി മിക്സ്ചർ ആയതുകൊണ്ടേ എന്തോ ഭയങ്കര കോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ഒന്ന് മ്യൂട്ട് ചെയ്തേ, അല്ലാതെ പറ്റില്ല. യെസ്, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. തുടങ്ങാമല്ലോ? റെഡി ആയില്ല എല്ലാവരും? വളരെ കുറച്ച് കുട്ടികളുള്ളൂ. മഴ കാരണമാണെന്നാവോ? മഴയാണെങ്കിൽ ക്ലാസ്സിൽ ഭയങ്കര മഴയായതുകൊണ്ട് ക്ലാസ്സിൽ വരാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷെ ഇത് ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അപ്പൊ അവിടെ കയറി ഇരിക്കാം.
റെഡിയാണ്. ഓക്കെ, സോ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം എംപ്ലോയി ഡിസിപ്ലിൻ, റൈറ്റ്? ഇവിടെ തന്നെ നമ്മൾ തുടങ്ങണ്ടേ? നിങ്ങൾ കൺഫേം ചെയ്യണോട്ടാ. കുറെ എന്താ പറയാ HRM-ന്റെ തന്നെ വേറെ വേറെ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. ചിലപ്പോ എനിക്കൊരു തെറ്റ് പറ്റാം ഏത് ക്ലാസ്സിൽ എവിടെ വരെ ഉണ്ടെന്ന് ചിലപ്പോ. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായി ചോദിക്കണേ. എംപ്ലോയി ഡിസിപ്ലിൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നല്ലേ നമുക്ക് തുടങ്ങേണ്ടത് അല്ലേ? അതിനു മുന്നേ നമ്മള് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? അതായത് എങ്ങനെയാണ് പരാതികൾ എങ്ങനെ പരിഹരിക്കും, അതിന്റെ പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഗ്രീവൻസ് പരിഹരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താണ്, അതുപോലെ തന്നെ അതിന് സൈഡ് എഫക്ട് അതായത് ഡിസഡ്വാൻറ്റേജസും അതുണ്ട്, അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മൾ പറഞ്ഞ ഭയങ്കര കോസ്റ്റ്ലി ആണ്, കുറെ സമയം എടുക്കും പരിഹരിച്ചൊക്കെ വരുമ്പോ. ചിലപ്പോ എല്ലാ പരാതികളും പെട്ടെന്ന് പരിഹരിക്കപ്പെടണമെന്നില്ല. സോ ഇറ്റ് മേ ടേക്ക് ടൈം അല്ലെ? സമയമെടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന പരിഹരിക്കുന്നതും ഒക്കെ ഉണ്ട്. ചിലപ്പോ പരിഹാരം തന്നെ ഉണ്ടായിരുന്നു വരില്ല. അതങ്ങനെ ഒരു ലെങ്തി പ്രോസസ് ആയിട്ട് ചെലവും അതിന്റെ ഒപ്പം തന്നെ ഒക്കെ വരും. പിന്നെ എന്താ പറയാ, ശരിക്കും ഇത്തരം എന്താ പറയാ ഗ്രീവൻസുകളൊക്കെ നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഇല്ലാത്തതിന്റെ പേരിലും എന്തുണ്ടാകും, ഇതൊക്കെ നല്ല രീതിയിൽ പരിഹരിക്കാൻ പറ്റില്ല. അതൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്, അതൊന്ന് കൺഫേം ചെയ്തതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് എംപ്ലോയി ഡിസിപ്ലിൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് തന്നെ ഇറ്റ്സ് റിലേറ്റഡ് ടു ഹ്യൂമൻ റിസോഴ്സ് ഓർ മാൻ പവർ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാരെയും സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ, നിങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്, അവരെ സെലക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എംപ്ലോയീസിന് കിട്ടുന്ന ബെനഫിറ്റിന്റെ കാര്യങ്ങളൊക്കെ ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ചാപ്റ്റർ എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ ലെങ്തി ആണ്. ഓരോ മൊഡ്യൂൾ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ 6 മൊഡ്യൂൾസിലായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എല്ലാം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എംപ്ലോയീസ്. അതല്ലാതെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? HRM-ൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഈ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് റിലേറ്റഡ് അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലാലോ. ഇത് മാത്രമല്ലേ പഠിക്കുന്നുള്ളൂ. എല്ലാം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എംപ്ലോയീസ്. എല്ലാം എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഉറങ്ങിയിരിക്കുകയാണോ? ഒരു എസും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇടുകാട്ടാം എന്തെങ്കിലും ചോദിക്കുമ്പോ. നിങ്ങളുടെ റിയാക്ഷൻസ് ഇവിടെ കാണണം, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ആ ഒരു ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ, ഈ പിള്ളേർക്കൊന്നും മനസ്സിലാവുള്ള തോന്നുന്നു, അല്ലെങ്കിൽ ആരും അവിടെ ഇരിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഓണാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ യു ആർ നോട്ട് കോൺസെൻട്രേറ്റിംഗ് എന്നാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സ് ഇങ്ങനെ വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇവര് കേൾക്കാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവര് റിയാക്ട് ചെയ്യുന്നില്ല? ആരെങ്കിലും ഒരാൾ റെപ്രസെന്റ് ചെയ്തെങ്കിലും 1-2 ആൾക്കാർ യെസ് എന്നോ എന്തെങ്കിലും തമ്പോ ഒക്കെ ഇടുക. ഓക്കെ, അപ്പൊ നമുക്കതൊരു ഇൻഡ്യൂസ്മെന്റ് ആണ് നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കുകളിലേക്ക് പതുക്കെ പോകാനുള്ള, അല്ലെങ്കിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് എംപ്ലോയി ഡിസിപ്ലിൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എംപ്ലോയി ഡിസിപ്ലിൻ. എന്താ ഡിസിപ്ലിൻ? അച്ചടക്ക മര്യാദകളൊക്കെ അല്ലെ? നമുക്കറിയാം ഹൗ വി ബിഹേവ് ഇൻ അവർ ഹോം. നമ്മളുടെ വീടുകളിൽ നമ്മൾ എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത്? അതേ ബിഹേവിയർ തന്നെയാണോ when we are working in an organization? ഏതെങ്കിലും ജോലി സ്ഥാപനത്തില് ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോ അവിടെ നമ്മൾ നമ്മളുടെ വീട്ടിൽ പെരുമാറുന്ന രീതിയിലാണോ? അല്ല അല്ലെ, തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. That means we have to follow some terms and conditions or rules and regulations which are established in the organization. ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ആ ജോലിയുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി കുറെ റൂൾസ് റെഗുലേഷൻസ് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. So we have to follow each and every rules and regulations which is given for the employees. Employees ഓർഗനൈസേഷനിലെ ജോലിക്ക് എപ്പോൾ എത്തണം, എപ്പോഴാണ് ഇവിടുന്ന് തിരിച്ചു പോകേണ്ടത്, ഇവിടുത്തെ ലഞ്ച് ബ്രേക്ക് എപ്പോഴാണ്, നിങ്ങളുടെ ലീവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സാലറിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഇവയെല്ലാം അവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിട്ട് അവിടെ നമുക്ക് ജോലിക്ക് കയറുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഇന്റർവ്യൂവിന്റെ അല്ലെങ്കിൽ സെലക്ഷൻ കാർഡ് ഒക്കെ നമുക്ക് തരുമ്പോൾ അതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് അവിടെ എന്തൊക്കെയാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ പറ്റൂങ്ങി വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ടായെന്നാണ്. മനസ്സിലായോ? ആ എഗ്രിമെന്റിൽ അതിനകത്ത് എല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഇഫ് യു ആർ കേപ്പബിൾ, നമുക്ക് ഇഷ്ടമുണ്ട്, നമുക്ക് അതൊക്കെ ഫോളോ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സൈൻ ചെയ്ത് നമ്മുടെ അക്നോളജ്മെന്റ് നമ്മളെ അവരെ അറിയിക്കുന്നു, ഞാൻ റെഡിയാണ്
ടു ഫോളോ ഓൾ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും ഒക്കെ പാലിക്കാനും ഓർഗനൈസേഷന്റേതായ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനൊക്കെ ഞാൻ എന്താ പറയാ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ പരമാവധി ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്ത് നമ്മളുടെ റിപ്ലൈ ലെറ്റർ ഓർഗനൈസേഷനിലേക്ക് അയക്കും. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാനാകുക. അത് സൈൻ ചെയ്യാതെ അവിടെ സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫോളോ ചെയ്യണം. അപ്പൊ അതുപോലെ എല്ലാ ഓർഗനൈസേഷനിലും there are some terms and conditions which are to be followed by the employees. എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ട ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതാണ്. ഡിസിപ്ലിൻ ഈസ് ദ ഫോളോ അപ്പ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അവിടെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിൻ്റെതായ രീതിയിൽ, ക്രമത്തില് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കാൻ തയ്യാറാകണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, അത് ഓർഗനൈസേഷന്റെ താല്പര്യം അതാണ്. അല്ലെങ്കിൽ അല്ലാത്തവർക്ക് വേണ്ട, നിങ്ങൾ വരണ്ട, ഇവിടെ ഈ ജോലിക്ക് കയറണ്ട, പ്രവേശിക്കണ്ട, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. മനസ്സിലായി? അപ്പൊ അവിടുത്തെ ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഫോളോ ചെയ്യുക. ദാറ്റ്സ് കോൾഡ് ഡിസിപ്ലിൻ. അതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പൊ എംപ്ലോയീസ് വൈൽ ദേ ആർ പെർഫോമിംഗ് ദെയർ ഡ്യൂട്ടീസ്, ഓരോ ജോലിയും അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ അത് ചെയ്യുന്നതോടൊപ്പം ദേ ഹാവ് ടു ഫോളോ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ആ ഓർഗനൈസേഷന്റെ നിയമങ്ങള്, വ്യവസ്ഥകള്, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, എപ്പോഴും തങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് തെറ്റിച്ചു വരാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇറ്റ്സ് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ. ഇവിടെ വർക്ക് ചെയ്യാണ്. 10:30 നമുക്ക് ക്ലാസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ the teachers are expected to enter the office. ഓഫീസിലേക്ക് എത്തേണ്ടത് 10:15 ആണ്. 10:15 ആണ്. അതായത് 10:15 നമുക്ക് ഇവിടെ എത്തണമെന്നാണ്. ആൻഡ് റെഗുലർലി ഇഫ് ഐ ആം കമ്മിങ് അറ്റ് 10:35, 10:35 ഞാൻ ഇവിടെ എത്തുന്നുള്ളൂ എന്ന് വിചാരിക്കാം. 10:15 നമുക്ക് സമയം. 10:15 കഴിഞ്ഞു, 10:30 ക്ലാസ് തുടങ്ങേണ്ട സമയവും അതിക്രമിച്ചു. എല്ലാ ദിവസവും ഞാൻ 10:35 വരുന്നു. എങ്ങനെയൊക്കെ കൂട്ടിയിട്ടും വീട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും 10:35 ആവുന്നതായിരിക്കാം വിചാരിക്കാം. മറ്റ് എംപ്ലോയീസും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ അവർക്കും എല്ലാവർക്കും നമുക്ക് തന്നിരിക്കുന്ന ഒരു നിയമമാണ്, യു ഹാവ് ടു റീച്ച് ഹിയർ അറ്റ് 10:15. 10:15 ടീച്ചേഴ്സ് അവരവരുടെ പ്ലേസിൽ ഉണ്ടായിരിക്കണം. അവരവരുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചതിന് ശേഷം 10:30 മുമ്പ്, അതായത് 25-നെങ്കിലും എല്ലാവരും ക്ലാസ് ഓണാക്കാൻ റെഡി ആയിട്ട് ഇരുന്നോണം. 30 നമ്മൾ ഓണാക്കുന്നുള്ളൂ. പക്ഷെ ഇതെല്ലാം കറക്റ്റ് ചെയ്ത്, ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചിലപ്പോൾ ഓണാക്കുമ്പോൾ ഇപ്പൊ തന്നെ അറിയില്ലേ, ഇന്ന് ഞാൻ ഓണാക്കിയപ്പോ ക്യാമറ ആദ്യം തന്നെ വർക്ക് ചെയ്തില്ല. സോ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും എക്സിറ്റ് ചെയ്തു. 10:28 ആയപ്പോഴേക്കും ഞാനിവിടെ വന്ന് ബാക്കിയൊക്കെ ചെയ്തു. പക്ഷെ നമുക്ക് ക്യാമറ ഓൺ ആക്കുന്നത് 10:30 കുട്ടികൾ എന്നാലും വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴും എന്ത് ചെയ്തില്ല, 10:30 ഓപ്പൺ ആക്കാൻ നോക്കിയപ്പോഴാണ് എന്ത് ചെയ്യുന്നില്ല, അത് ഫംഗ്ഷൻ ചെയ്തില്ല. അപ്പൊ ഞാൻ എക്സിറ്റ് ചെയ്തു, വീണ്ടും ഒന്നുകൂടി ജോയിൻ ചെയ്തപ്പോ കറക്റ്റ് ആയി. അപ്പൊ ഇത് ടേക്സ് 3 minutes അഗെയിൻ, 3 മിനിറ്റ് വീണ്ടും അങ്ങോട്ടേക്ക് കടന്നുപോയി എന്നുള്ളതാണ്. അപ്പൊ ടൈമിങ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു നിയമമാണ്. ആ നിയമം തെറ്റിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ റെഗുലർ ആയിട്ട് വൈകി വരുന്നു. അത് ഇറ്റ് ഈസ് ഇൻ ഡിസിപ്ലിൻ, അല്ലെ? അതൊരു ഡിസിപ്ലിൻ ആണോ? മറ്റുള്ളവരെല്ലാം കൃത്യമായി വരുന്നു, ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്ക് മാത്രം പ്രത്യേകതയൊന്നുമില്ലല്ലോ. അപ്പൊ എല്ലാ എംപ്ലോയീസും അവരവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ കമ്പനി, ആ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തങ്ങളുടെ ഡ്യൂട്ടി ഒരു ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, അത് കീപ്പ് ഇൻ മൈൻഡ്, അവരുടെ മനസ്സിൽ സൂക്ഷിക്കണം. ഈ 10:15 വരാൻ പറയുന്നു, കറക്റ്റ് 10:30 ഞാൻ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. അതും അഗെയിൻസ്റ്റ് ദ വയലേഷൻ ഓഫ് റൂൾസ് ആണ്. എന്താണ്, നമ്മൾ ആ നിയമം തെറ്റിക്കാണ്. 10:15 എത്തുന്നു പറഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, 10:15 എത്തുന്നില്ല. അതും നിയമത്തിനെതിരാണ്. എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 10:20, 25, 30 കറക്റ്റിനാവുമ്പോ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ഒബേ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ജോലി അപ്പൊ വിചാരിക്കുമോ, ഞാൻ എന്റെ ക്ലാസ് 10:30 ഞാൻ ക്ലാസ്സിൽ കയറുന്നുണ്ടല്ലോ, അങ്ങനെ ചോദിക്കും. അതല്ല ശരി. അവിടെ ആ ഓർഗനൈസേഷൻ നമുക്ക് കുറെ അനുവദിച്ചു തന്നിരിക്കുന്ന കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. വി ഹാവ് ടു ഫോളോ ഈച്ച് ആൻഡ് എവറി ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കീപ്പിംഗ് ഇൻ അവർ മൈൻഡ്. ഇത് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം, എന്നിട്ട് പ്രവർത്തിക്കണം. അതാണ് ഡിസിപ്ലിൻ. അപ്പൊ എംപ്ലോയീസ് അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ അത് അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, the employees are disciplined. അങ്ങനെ കൃത്യമായി പാലിച്ച് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന എംപ്ലോയീസിനെ നമുക്ക് വിളിക്കാം they are disciplined. അവര് നല്ല അച്ചടക്കം പാലിക്കുന്ന ആളുകളാണ് എന്ന്. ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് മനസ്സിലായില്ലേ? ആ സെന്റൻസ്, ഈച്ച് ആൻഡ് എവറി സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. 1ഉം 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഒന്നാമത്തെ 2ാമത്തെ സെന്റൻസ് കേട്ടോ. മനസ്സിലായിണ്ടാവുമല്ലോ അല്ലേ? റിയാക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇനി ഞാൻ റിയാക്ഷൻ നോക്കി നിൽക്കില്ല, ഞാൻ അങ്ങോട്ട് കുറച്ചും കൂടി സ്പീഡിൽ പോകും.
നിങ്ങൾ റിയാക്ട് ചെയ്താൽ മാത്രമാണ് നമ്മള്, കാരണം എന്താണെന്ന് അറിയോ, ഇങ്ങനെ ചോദിക്കട്ടെ മനസ്സിലായല്ലോ അല്ലേ എന്ന്. ആരെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാനായിട്ട് അങ്ങോട്ട് പറയുമല്ലോ, അതിനു വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതല്ലെങ്കിൽ പെട്ടെന്ന് ഇട്ടോ. ആരെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അവര് പറഞ്ഞോളും, നമ്മളത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായോ, ദാറ്റ്സ് ഓൾ. അത്രയും ഓർത്താൽ മതി. നിങ്ങളത് കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാം. അതായത് നമ്മൾ വെയിറ്റ് ചെയ്യുമോ, പിള്ളേർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ ഇവര് റിയാക്ട് ചെയ്യാത്തേ? ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെയാ പറയുന്നത് കേട്ടോ. അതാണ് നമ്മളുടെ മുന്നിലേക്ക് ഓരോ പാരഗ്രാഫോ ഓരോ സെന്റൻസോ പറയാനുള്ള ഒരു ഇത് ഇൻഡ്യൂഷൻ വരുന്നത് നിങ്ങളുടെ ആ ഒരു റിപ്ലൈയിൽ നിന്നാണ്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അതൊന്നും മനസ്സിലാക്കുക നിങ്ങൾ. ഇനി വൺ ഓഫ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ മാനേജ്മെന്റ്, ഈ നമ്മുടെ ഏത് ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എംപ്ലോയി ഡിസിപ്ലിൻ. മനസ്സിലായോ? അത് പെർഫെക്റ്റ് ആക്കണം. എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് ആണോ അല്ലയോ എന്ന് എൻഷുർ ചെയ്യണം. അപ്പൊ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ വെൻ വി ആർ ബിക്കമിങ് ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ്, നിങ്ങളിപ്പോ ഇതൊക്കെ പഠിച്ച് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഏതെങ്കിലും ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനായിട്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ഒക്കെ ആയിട്ട് ജോലി ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ മാനേജ്മെന്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്താണെന്നായിരിക്കണം? എംപ്ലോയീസ് എല്ലാവരും ഡിസിപ്ലിൻഡ് ആണോ, വെദർ ദേ ആർ കമ്മിങ് അറ്റ് ദ ടൈമിൽ വരുന്നുണ്ടോ, ആൻഡ് ലിവിംഗ് ടൈമും കറക്റ്റ് ടൈമിലാണോ, നേരത്തെ 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് പോകുന്നുണ്ടോ എന്നുള്ളത്, ആൻഡ് വെദർ ദേ ആർ ഡൂയിങ് ദെയർ ഡ്യൂട്ടീസ്, അവരുടെ ഡ്യൂട്ടീസ് കൃത്യമായി ചെയ്യുന്നുണ്ടോ, ഡിസിപ്ലിൻഡ് ആയിട്ടാണോ, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, മറ്റു വർക്കേഴ്സിന്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവർ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും അവരെങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓർഗനൈസേഷന്റെ തിങ്സ് ഒക്കെ ഓർഗനൈസേഷന്റേതാണ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അച്ചടക്കം എന്നുള്ളത് കൃത്യമായി എംപ്ലോയീസ് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻഡ് എംപ്ലോയിഡ് ആണെങ്കിൽ ഫേസ് എന്താ പറയാ, നല്ല ഒരു ഡിസിപ്ലിൻ ഉള്ള, അതായത് നല്ല അച്ചടക്കമുള്ള ഒരു എംപ്ലോയീസ് ആണെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് അറിയാമോ? ഫസ്റ്റ് ദേ ആർ ഫേസിങ് ദ കോമ്പറ്റീഷൻസ്. അവിടെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യാനായിട്ട് അവർക്കൊരു കരുത്ത് കിട്ടും. എന്നുവെച്ചാൽ തങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾ തമ്മിലൊക്കെ ചിലപ്പോൾ ചില മത്സര ബുദ്ധികളൊക്കെ, ചില ആളുകൾ അവരുടെ ഈഗോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മത്സരിക്കും. ഞാനിങ്ങനെ വലിയതാവണം, ഈ ഓർഗനൈസേഷനിൽ അറിയപ്പെടുന്ന ഒരു എംപ്ലോയി ആകണം, മറ്റുള്ളവരിൽ വ്യത്യസ്തനാകണം എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അതൊക്കെ ഓരോ മനുഷ്യന്മാരുടെ ഫീലിംഗ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഫീലിംഗ്സ് ഉള്ള എംപ്ലോയീസിന്റെ ഇടയിൽ നമുക്ക് ഒരു കേപ്പബിലിറ്റി, അത്തരം കോമ്പറ്റീഷൻസ് വരികയാണെങ്കിൽ, നമുക്ക് അഗേൻസ്റ്റ് ആയിട്ട് അത്തരം വെല്ലുവിളികളോ അല്ലെങ്കിൽ അത്തരം മത്സരങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയുള്ളവർക്ക്? ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്. മാത്രമല്ല ദർ വിൽ ബി ഹയർ പ്രൊഡക്ടിവിറ്റി. അത്തരം എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ജോലിയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഹൈ പെർഫോമൻസ് ആയിട്ട് അവർ കാഴ്ചവെക്കുക. അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസൾട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും. അപ്പൊ ഓർഗനൈസേഷൻ അതനുസരിച്ച് മെച്ചമുണ്ടായിരിക്കും. അതുകൊണ്ട് ആ ഓർഗനൈസേഷനും വളരും. കണ്ടോ, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഈ 3 കാര്യങ്ങളാണ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഉള്ളത്. അപ്പൊ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 3 ഗുണങ്ങളാണ്. ഒന്ന്, ദേ ക്യാൻ ഫേസ് കോമ്പറ്റീഷൻസ്. ഏത് മത്സരത്തെയും ഏത് തനിക്കെതിരെ വരുന്ന കാര്യത്തെയും ഈസി ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇൻക്രീസസ് ദെയർ പ്രൊഡക്ടിവിറ്റി. അവരുടെ പ്രൊഡക്ടിവിറ്റി ഹയർ ആക്കാൻ സാധിക്കും. ആൻഡ് അറ്റ് ദ എൻഡ്, അവസാനം അതൊരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആയിട്ട് ആ ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഓർഗനൈസേഷൻ വളർന്ന ആർക്കാ ഗുണം? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം വളർന്നാൽ ആർക്കാ ഗുണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പറയാമോ നമുക്ക് ഗുണമുണ്ടോ? ഞാൻ ജോലി ചെയ്യുന്ന എന്റെ സ്ഥാപനം വളർന്നാൽ ഓരോ ദിവസവും മറ്റുള്ളവർ അറിയപ്പെടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി, ഒരു ഓർഗനൈസേഷനായി മാറുന്നത് കൊണ്ട് അവർക്കല്ലേ ഗുണം, എനിക്കെന്ത് ഗുണം? അങ്ങനെ നമ്മൾ പറയോ ചെയ്യോ? ആർക്കാ ഗുണം? നമുക്ക് ഗുണമുണ്ടോ? അതുകൊണ്ട് ആരോടാ ഞാൻ ചോദിക്കണേ? യെസ്, എന്നാ നമുക്ക് ഗുണമുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ വളർച്ച നമ്മുടെയും കൂടിയും ഗുണമാണ്. കാരണം എന്താ? ഞാൻ ആ സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരനാണ്, ആ ഓർഗനൈസേഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ആ ഓർഗനൈസേഷന്റെ വളർച്ച നമ്മുടെയും കൂടി വളർച്ച തന്നെയാണ്. ഓക്കെ, ഇൻഡയറക്ട്ലി ഒന്നല്ല, ഡയറക്ട്ലി വി ആർ ഓൾസോ അവർ പേഴ്സണൽ ഗ്രോത്ത്. നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും അത് കാരണമാകും. മനസ്സിലായി? അപ്പൊ ഡിസിപ്ലിൻഡ് എംപ്ലോയീസിന് ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കേപ്പബിൾ ടു ഫേസ്
കോമ്പറ്റീഷൻസ്, അവർക്ക് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ പറ്റും, ഹയർ പ്രൊഡക്ടിവിറ്റി, നല്ല രീതിയിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അറ്റ് ലാസ്റ്റ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ആ വ്യവസായത്തിന്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഇനി സോ ദ എംപ്ലോയീസ്, അങ്ങനെ വരുമ്പോൾ എംപ്ലോയീസ്, ഈ പറയുന്ന ഓരോ എംപ്ലോയീസും ഡിസിപ്ലിൻഡ്, അവർക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോട്ടിവേഷൻ. നല്ല അച്ചടക്കത്തോടും മറ്റു കാര്യങ്ങളോട് കൂടിയൊക്കെ ഒരു കോർഡിനേറ്റഡ് മാനറിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷന് അതിന്റെ ഒബ്ജക്റ്റീവ്സ് വളരെ ഈസി ആയിട്ട് എത്തിപ്പിടിക്കാൻ പറ്റും. മനസ്സിലായോ? ഓർഗനൈസേഷന് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഏറ്റവും പരമാവധി മറ്റേത് ബിസിനസ്സേക്കാളും ഞങ്ങളുടെ ബിസിനസ് നല്ല ലാഭം ഉണ്ടാക്കണം. ഏത് ബിസിനസ്സുകാരും അങ്ങനെ ചിന്തിക്കാം. ഈച്ച് ആൻഡ് എവരി ബിസിനസ്സുകാരും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ലാഭം എനിക്ക് കിട്ടണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ ആ ഗോൾസ്, അതിൽ ഒരു ഗോൾ മാത്രമാണ്, അല്ലാതെ മറ്റ് പല ലക്ഷ്യങ്ങളും എല്ലാ ഓർഗനൈസേഷനും ഉണ്ട്. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കീഴടക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ കോർഡിനേറ്റ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായോ? ആ പാരഗ്രാഫ് മനസ്സിലായോ? അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് വൺ ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഈസ് എംപ്ലോയി ഡിസിപ്ലിൻ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അടുത്ത സെന്റൻസ്, ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ആർ നോട്ട് ഓൺലി capable of facing competitions but also result in higher productivity and industrial growth. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. രണ്ട് സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. Now let's see the definitions which is given by Dale S. Beach and Gary Deslem. രണ്ടുപേര് ഡിസിപ്ലിനെ കുറിച്ചിട്ട് രണ്ട് ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഡെയിൽ എസ് ബീച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിസിപ്ലിൻ റെഗുലേറ്റ്സ്, എന്നിട്ട് ബ്രാക്കറ്റിൽ റിവാർഡ് എന്നും പെനാൽറ്റി എന്നും കൊടുത്തിട്ടുണ്ട്. ദ ഹ്യൂമൻ ബിഹേവിയർ, ഡിസിപ്ലിൻ മനുഷ്യന്മാരുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യും. എന്താ റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ? ക്രമത്തിലാക്കുക. അച്ചടക്കത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾക്ക് കാര്യങ്ങൾ ക്രമമായി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചില ആൾക്കാർ ഡിസിപ്ലിൻഡ് അല്ലെങ്കിലേ നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ നമ്മൾ എന്റെ വീട്ടിലെ കുട്ടികളോട് പറയും, നിന്റെ സാധനങ്ങളൊക്കെ നീ തന്നെ അടക്കി പറക്കി വെക്കാത്ത എന്തിയെ, അല്ലെ നിന്റെ ബുക്കൊക്കെ നീ തന്നെ സൂക്ഷിക്കേ, നിനക്ക് നാളെ ഉപയോഗിക്കേണ്ടതല്ലേ, പിന്നെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്കൊക്കെ എടുത്ത് വെക്കേ. ഇതൊക്കെ ചില കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു തോന്നിയിരിക്കണം. ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ഡിസിപ്ലിൻഡ്. അവർക്ക് അത്തരം ഡിസിപ്ലിനെ കുറിച്ചിട്ട് കൃത്യമായ അറിവില്ലാത്തത് കൊണ്ടാണ്. അത് നമ്മൾ ചെറുതിലേ തുടങ്ങി ശീലിച്ചൊക്കെ വരുമ്പോ അത് എന്ത് ചെയ്യും, വലുതാകുമ്പോൾ അവർ തന്നെ താലെ ചെയ്തു വരും. ദാറ്റ് മീൻസ് സം സ്റ്റുഡൻസ് ഓർ സം ചിൽഡ്രൻ ആർ ഡിസിപ്ലിൻഡ് ബൈ ദെയർ ഓൺ വേ. അവരെ ബ്രോട്ടപ്പ് ചെയ്തിരിക്കുന്നത് അത്തരം ഡിസിപ്ലിനിലാണ്. അപ്പൊ ചെറുതിലേ തുടങ്ങി ഒരു എന്താ പറയാ ഒരു 5ാം ക്ലാസ് വരെയൊക്കെ അവരെ ഇതിങ്ങനെ ശീലിപ്പിച്ച് കൊണ്ടുവരുമ്പോ പിന്നെ തുടങ്ങി 6ാം ക്ലാസ് 7ാം ക്ലാസ് പിന്നെ അങ്ങോട്ട് അവരെന്ത് ചെയ്യും, അവരതെല്ലാം കൃത്യമായിട്ട് എന്താ പറയാ അവരുടെ ബാഗൊക്കെ ക്ലീൻ ചെയ്യുക, ബാഗിലെ ബുക്കുകളൊക്കെ കൃത്യമായി അടക്കി പറക്കി വെക്കുക, ടൈം ടേബിൾ അനുസരിച്ച് ബുക്കുകൾ അറേഞ്ച് ചെയ്യുക, ക്ലാസ്സിൽ പോകേണ്ട സമയം അതെപ്പോഴാണ്, അതിനെപ്പോ എഴുന്നേൽക്കണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ടൈം അലോട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകുന്നതിന് മുമ്പ് എത്ര സമയം പഠിക്കണം, എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇത് ചില കുട്ടികളുണ്ടല്ലോ, അവരെ എഴുന്നേൽക്കാൻ തുടങ്ങി വിളിച്ചുകൊണ്ടിരിക്കണം. എഴുന്നേൽക്ക്, പിന്നെ ഒരു കണക്കിന് എഴുന്നേൽപ്പിച്ചുകൊണ്ടതും പിന്നെ ബ്രഷ് ചെയ്യ്, അതിന് കുറച്ച് സമയം എടുക്കും. ഇവരോട് പറഞ്ഞ് വായിൽ തലച്ച് അമ്മമാരുടെ വാ കഴിക്കും അല്ലെ. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും, ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ മാത്രമല്ല, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യ പെരുമാറ്റത്തെ തന്നെ എന്ത് ചെയ്യും, റെഗുലേറ്റ് ചെയ്യും. ഇപ്പൊ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഈ ഓർഗനൈസേഷനിൽ ഡിസിപ്ലിന് ഒരു റിവാർഡുകൾ ഉണ്ട്. എന്താ അത്? ഡിസിപ്ലിൻ ആയിട്ടുള്ളവർക്ക് പലതരത്തിലുള്ള പാരിതോഷികങ്ങൾ, പ്രതിഫലങ്ങളൊക്കെ കിട്ടും. അതേസമയം ഡിസിപ്ലിൻ ഇല്ലാതെ വന്നാലോ, ഇറ്റ് വിൽ ലീഡ് ടു പെനാലിറ്റി. എന്തും കൊടുക്കേണ്ടി വരും, പിഴയും അടയ്ക്കേണ്ടി വരും. ചില ഡിസിപ്ലിൻ അല്ലാത്ത കാര്യങ്ങളിൽ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പിഴ അടപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സ്കൂളുകളിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് കേട്ടിട്ടില്ല, ഇല്ല എന്നാണ് തോന്നുന്നത്. പണ്ടൊക്കെ നമ്മള് എന്താ പറയാ നേരം വൈകി വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ കാണിക്കുക, അപ്പൊ കുട്ടികളെ കൊണ്ട് ഒരു ചെറിയ പെനാലിറ്റി ആയിട്ട് ഇത്ര രൂപ, നീ നേരം വൈകി വന്നു, അല്ലെങ്കിൽ നിന്റെ യൂണിഫോം പ്രോപ്പർ അല്ല, നീ 5 രൂപ ഫൈൻ കൊണ്ടുവരണം. ഇല്ലേ, കേട്ടില്ലേ നിങ്ങള്? ആ ഫൈൻ അതൊക്കെ പെനാൽറ്റിയാണ്. അവിടെ ഫൈൻ എന്ന് പറയും, ഓർഗനൈസേഷനിലാവുമ്പോൾ അത് പെനാൽറ്റി എന്ന് പറയും. ബിക്കോസ് ദേ ആർ നോട്ട് ഡിസിപ്ലിൻഡ്. കാരണം എന്താ, അവർ ഡിസിപ്ലിൻഡ് അല്ല. മറ്റു കുട്ടികളെ പോലെ റെഗുലർ ആയിട്ട് വരുന്ന കാര്യത്തിലും എന്താ പറയാ തെറ്റ് സംഭവിക്കുന്നു, അവരുടെ യൂണിഫോമിറ്റിയില് വ്യത്യാസം വന്നിരിക്കുന്നു. സോ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അത്തരം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യാണ്, ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് വന്നിരിക്കുന്നതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ കൊടുക്കുക. അതേസമയം ഡിസിപ്ലിൻഡ് ആയവർക്ക് അവർ ചെയ്യുന്നതിന് അവരെ ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്യാൻ റിവാർഡ്സ് ഓൾസോ വിൽ ബി ഗിവൺ. എന്ത് കൊടുക്കും? റിവാർഡ് കൊടുക്കും എന്നാണ് ആര് പറയുന്നത്? Dale S. Beach പറയുന്നത്. So what is discipline according to Dale S. Beach? Discipline regulates human behavior. അത്രേ ഉള്ളൂ, കുഞ്ഞ് ഒരു ഡെഫിനിഷൻ ആണ്. ആ റെഗുലേറ്റ് എന്ന് പറയുന്നത്, ആ റെഗുലേഷൻ
അവർക്ക് കൊടുക്കുന്ന എന്താ പറയാ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് റിവാർഡ് ആകാം, പെനാൽറ്റി ആകാം. ക്ലിയർ ആയോ? ബീച്ച് നൽകിയ ഡെഫിനിഷൻ മനസ്സിലായോ? യെസ്. Then according to Gary Dessler. Okay, very good. അപ്പൊ ഗാരി ഡെസ്ലർ ഇനി വീണ്ടും അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലില് അദ്ദേഹത്തിന്റെ ആശയം ഉപയോഗിച്ച് മറ്റൊരു ഡിസിപ്ലിന് മറ്റൊരു എന്താ പറയാ ഇത് കൊടുത്തിട്ടുണ്ട്, ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡിസിപ്ലിൻ ഈസ് എ പ്രൊസീജിയർ ദാറ്റ് കറക്ട്സ് ഓർ പണിഷസ് എ സബോർഡിനേറ്റ് ബിക്കോസ് എ റൂൾ ഓഫ് പ്രൊസീജിയർ ഹാസ് ബീൻ വയലേറ്റഡ്. എന്താണ് അതിന്റെ അർത്ഥം? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്, ഒരു പ്രൊസീജിയർ ആണ്. എന്തിനുള്ള പ്രൊസീജിയർ? ടു കറക്റ്റ് ഓർ പണിഷ്. ചിലപ്പോ തിരുത്താൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾക്ക് വേണ്ടിയാകാം. എന്തിനാ തിരുത്തലുകളും ശിക്ഷാ നടപടികളും വരേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാ? ഇഫ് ദേ ആർ വയലേറ്റിംഗ് സം പ്രൊസീജിയേഴ്സ് ഓർ റൂൾസ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ. ഇത് വയലേറ്റ് ചെയ്യുന്നതുണ്ട്. ഇത് വയലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലംഘിക്കുക. ഇത് ലംഘിക്കുന്നത് കൊണ്ട് അവരെ അത് കറക്റ്റ് ചെയ്യാൻ, ചിലപ്പോ വലിയ വലിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ നിയമങ്ങളാണ് തെറ്റിക്കുന്നതെങ്കിൽ അതിന് പണിഷ്മെന്റ്, ചെറിയ ചെറിയതാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മനസ്സിലായോ? Discipline is a procedure that corrects or punishes a subordinate because a rule or procedure have been violated. Violated എന്നതിന്റെ മീനിങ് ലംഘിക്കുക എന്നാണ്. അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവിടെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഏതെങ്കിലും തരത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസോ റൂൾസോ ഒക്കെ തെറ്റിക്കുന്ന എംപ്ലോയീസ്, സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാ? അതായത് എംപ്ലോയർമാർക്കല്ല പെനാൽറ്റിയും ഈ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ കറക്റ്റ് ചെയ്യിപ്പിക്കേണ്ടത് എംപ്ലോയർ അല്ല, അത് താഴെയുള്ളവരാ. അതായത് എന്റെ ഓർഗനൈസേഷനിൽ തനിക്ക് താഴെ ജീവനക്കാര് അല്ലെ, ജോലിക്കാര്, അവർ ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയ. യെസ്, ലോവർ എംപ്ലോയീസ്. അതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്നാണ് അക്കോർഡിംഗ് ടു ഗാരി ഡെസ്ലർ പറയുന്നത്. അപ്പൊ 2 ഡെഫിനിഷൻസ്, 2 പേരും 2 രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ബിക്കോസ് ഓരോരുത്തരും അവരവരുടെ ആശയങ്ങൾക്കനുസരിച്ചായിരിക്കും ഡെഫിനിഷൻസ് കൊടുക്കുക. എന്റെ മനസ്സിൽ തോന്നിയ രീതിയിൽ ഞാൻ ചെയ്യുന്നു, മറ്റൊരാളുടേത് അദ്ദേഹം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തേക്കുക. പോയിക്കോട്ടെ അടുത്തതിലേക്ക്. നേച്ചർ ഓഫ് ഡിസിപ്ലിൻ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ടോപ്പിക് ഡിസിപ്ലിന്റെ സ്വഭാവവും ആണ്, നേച്ചർ ആണ്. എങ്ങനെയൊക്കെയുള്ള ഡിസിപ്ലിൻ ആണ്, അതായത് ഡിസിപ്ലിന്റെ പ്രധാനപ്പെട്ട ആ ഒരു രീതി, നേച്ചർ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ബിഹേവിയർ, മോട്ടിവേറ്റിംഗ് ഫോഴ്സ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ, വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്, റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ് ആൻഡ് കൺട്രോളിംഗ് ഫോഴ്സ്. ഇങ്ങനെ 6 നേച്ചർ, സ്വഭാവ രീതികൾ നമ്മളുടെ എന്താ പറയാ ഡിസിപ്ലിൻ ഉണ്ട്. സോ ലെറ്റ്സ് സീ. ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ബിഹേവിയർ. ഇൻ എവറി ഓർഗനൈസേഷൻ ദർ ആർ സം സർട്ടൻ ഒബ്ജക്റ്റീവ്സ് ഫോർ ദ എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിന് ഓരോ എന്താ പറയാ വേണ്ടിയിട്ട് ഓരോ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഓർഗനൈസേഷനും. അതായത് എല്ലാ ഓർഗനൈസേഷനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നമ്മളുടെ എംപ്ലോയീസിൽ നിന്നും കിട്ടണം, അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി എംപ്ലോയീസിനെയും നമ്മൾ സെറ്റ് ചെയ്യണം എന്ന് ഓർഗനൈസേഷൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ ലാഭം ഉണ്ടാക്കുക, മറ്റുള്ള ഓർഗനൈസേഷനിൽ നിന്നും വ്യത്യസ്തരാകുക, അവരെല്ലാവരെക്കാളും വലിയ ഹൈ പൊസിഷനിൽ എത്തുക, ഒത്തിരി ലക്ഷ്യങ്ങൾ ഓരോ ഓർഗനൈസേഷനുണ്ട്. സോ ഇൻ ഓർഡർ ടു അറ്റൈൻ ദാറ്റ് ഓർഗനൈസേഷണൽ ഗോൾസ്, അത്തരം ഓർഗനൈസേഷണൽ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ദ എംപ്ലോയീസ് ഹാവ് ടു regularly do their behavior. അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോമിലായിരിക്കും. They should have some standard behavior. ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ വീട്ടിൽ പെരുമാറുന്ന രീതിയിലല്ല ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുമ്പോൾ അവിടെ പെരുമാറുക. അവിടെ നമ്മൾ പെരുമാറുന്ന രീതി നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ട് ഇവിടെ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ എല്ലാവരും ഒരുപോലെ അല്ലെ, ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എല്ലാവരും ഒരേ സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളുടെ സ്വഭാവം എങ്ങനെ മാറ്റാൻ പറ്റും? നമ്മൾ വീട്ടിൽ ഇങ്ങനെയാണല്ലോ, അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒരു എന്താ പറയാ എല്ലാ ഓർഗനൈസേഷനിലും അവരുടെ എംപ്ലോയീസ് അവർ എന്തൊക്കെയാ ചെയ്യണം എന്ന് ഓർഗനൈസേഷൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇത്ര മണിക്ക് വരണം, ഇത്ര മണിക്ക് പോകണം, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്, ഇവിടെ ഇങ്ങനെയാണ്.
നമ്മുടെ വീടുകളിലുള്ള പോലെ ഇവിടെ ഈ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ദ എംപ്ലോയീസ് ഹാവ് ടു ഫോളോ. അതെന്തായാലും അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അക്കോർഡിംഗ് ടു സം കോഡ് ഓഫ് കോണ്ടാക്ട്, ഒരു സ്പെസിഫിക് കോഡ് ഓഫ് കോണ്ടാക്ട് വഴി എന്ത് ചെയ്യണം, അത് ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യുന്നത്. അതായത് കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതിങ്ങനെ എഴുതി തയ്യാറാക്കി വെച്ചേക്കാണ്. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് വിളിക്കുക. അതായത് എന്തൊക്കെ ഇവിടെ ചെയ്യണം, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയാം. അതൊരു ഫോർമാറ്റിൽ ഇങ്ങനെ ഡോക്യുമെന്റ് ആയിട്ട് എഴുതി വെച്ചേക്കാണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ആളുകൾ തെറ്റിക്കുകയാണെങ്കിൽ അത് വയലേഷൻ അഗേൻസ്റ്റ് റൂൾ ആണ്. നിയമങ്ങൾക്ക് ലംഘിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് പാടില്ല. അപ്പൊ അത് എന്താണ്, നിയമമാണോ അല്ലേന്നൊന്നും ചിലർക്ക് അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാ ഇതിങ്ങനെ എഴുതി വെച്ചേക്കണം. ആ സെറ്റ് ഓഫ് തിങ്സ്, റൂൾസ്, റെഗുലേഷൻസ് വിച്ച് ഈസ് ഇൻ റിട്ടൺ ഡോക്യുമെന്റ്, എഴുതി തയ്യാറാക്കിയ ഡോക്യുമെന്റുകളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുക, നമ്മൾ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് വിളിക്കുക. അതെല്ലാ ഓർഗനൈസേഷനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ്, ഈ രീതികളിലാണ് എംപ്ലോയീസ് ഇവിടെ ബിഹേവ് ചെയ്യേണ്ടത്. സോ ആ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ തന്നെ ഇവിടെ ഫോളോ ചെയ്യണം. അത് ഡിസിപ്ലിന്റെ ഒരു നേച്ചറാണ്. ഡിസിപ്ലിൻ അങ്ങനെയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യണേ. നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വീട്ടിനകത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ രീതി ആവരില്ല ചിലപ്പോൾ നമുക്ക് ഓർഗനൈസേഷനിൽ. ഇത് ഇവിടെ ഇങ്ങനെയാണ്, കാരണം ഇവിടെ ഈ രീതിയിലാണ്. ഇത് ഇവിടെ എംപ്ലോയീസ് പല വീടുകളിൽ നിന്ന് വരുന്നു, എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്ര സമയത്താണ് ഫുഡ് കഴിക്കേണ്ടത്. വീട്ടിൽ ഞാൻ 2 മണിക്കേ കഴിക്കുള്ളൂ, ഇവിടെ 1 മണിക്ക് കഴിക്കാന്ന് പറഞ്ഞാൽ 1 മണിക്കാണ് ആ ഒരു ലഞ്ച് ബ്രേക്കിംഗ്. ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കണം. എനിക്കിപ്പോ വെച്ചിട്ടുന്നില്ല, ഞാൻ 2 മണിക്ക് കഴിച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലെ, ഇവിടെ അത് നടക്കില്ല. കാരണം അവിടെ ആ രീതിയിലാണ്. അപ്പൊ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് വിൽ ബി ഫോർമുലേറ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ ഫോർ ദ എംപ്ലോയീസ്. അത് ഷുഡ് ബി ഫോളോഡ്. അതൊരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആയിട്ട് ഫോളോ ചെയ്യാൻ എല്ലാ എംപ്ലോയീസും നിർബന്ധിതരാണ്, അല്ലെ ഫോഴ്സ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ന് വിളിക്കും, അതൊരു ഡിസിപ്ലിൻ ആണ് എന്ന് പറയും. ആ ഡിസിപ്ലിൻ, അപ്പൊ ഡിസിപ്ലിന്റെ നേച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്, അതിന്റെ സ്വഭാവ രീതികളാണ്. അപ്പൊ ഒന്നാമത്തെയാണ് സ്റ്റാൻഡേർഡ് ബിഹേവിയർ. സ്റ്റാൻഡേർഡ് ബിഹേവിയർ എവിടെന്നാണ് വേണ്ടത് എംപ്ലോയീസ്? അവരുടെ കോഡ് ഓഫ് കോണ്ടാക്ട് വിച്ച് ഈസ് ഫോർമുലേറ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന കോഡ് ഓഫ് കോണ്ടാക്ട് പ്രകാരമാണ് ഓരോ എംപ്ലോയീസും അവരവരുടെ സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഓർഗനൈസേഷനിൽ നടപ്പിലാക്കേണ്ടത്. ആൻഡ് അതിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് നേച്ചർ ഓഫ് ഡിസിപ്ലിന്റെ പോയിന്റുകൾ ആ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് നേച്ചർ ഓഫ് ഡിസിപ്ലിനിൽ വരുന്നത്? താഴെയുള്ളതില് സ്റ്റാൻഡേർഡ് ബിഹേവിയർ, മോട്ടിവേറ്റിംഗ് ഫോഴ്സ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ, വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്, റൈറ്റ് ഓഫ് മാനേജ്മെന്റ്, കൺട്രോളിംഗ് ഫോഴ്സ്. ഇത് ഇങ്ങനെ 6 ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ വരുമോ എന്നൊക്കെ പറഞ്ഞ് ചോദ്യമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. മനസ്സിലായില്ലല്ലോ ചോദിച്ചത് എവിടെയാ? ഇത് ചോദിച്ചത് ക്ലിയർ ആയില്ല. ഞാൻ ലാസ്റ്റ് സമയം തരാം, അപ്പൊ ചോദിച്ചാൽ മതി കേട്ടോ. എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാ. ഓക്കെ, ഈ പഠിപ്പിക്കണതല്ലല്ലോ ചോദിക്കണേ, അല്ലാന്ന് തോന്നുന്നു. ഐ തിങ്ക് അടുത്തത് അടുത്തത് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരു സ്വഭാവം ഉണ്ട് ഡിസിപ്ലിന്. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കം. അച്ചടക്കം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ സ്വഭാവ രീതികൾ? ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് ബിഹേവിയർ. നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഒരു ഓർഗനൈസേഷൻ ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ കോഡ് ഓഫ് കോണ്ടാക്ട് അനുസരിച്ച് നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ, എല്ലാവർക്കും ഒരേ നിലവാരത്തിലുള്ള സ്വഭാവ രീതി, അച്ചടക്കം, പെരുമാറ്റം ഒക്കെ ആയിരിക്കും ഉണ്ടാകുക. അതാണ് ഡിസിപ്ലിന്റെ ഒന്നാമത്തെ രീതി, ഒന്നാമത്തെ സ്വഭാവം. അടുത്തത് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണെന്ന്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് കൂടിയാണ്. ഇറ്റ് എൻകറേജസ് എംപ്ലോയീസ്. അതായത് നമുക്ക് ഒരു എന്താ പറയാ, ഒരു പ്രോത്സാഹനമാണ് ടു കറക്റ്റ് അവർ മിസ്റ്റേക്സ്. അതായത് നമ്മൾ എന്തെങ്കിലും എന്താ പറയാ തെറ്റായ രീതിയിൽ പെരുമാറി, അവിടുത്തെ സ്റ്റാൻഡേർഡ് ബിഹേവിയർ അല്ല, അവിടുത്തെ കോഡ് ഓഫ് കോണ്ടാക്ടിന് എതിരായിട്ട് നമ്മൾ ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി അങ്ങനെ ആയിപ്പോയി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്കൊരു മോട്ടിവേഷൻ ആണ്. നമ്മളെ ഫോഴ്സ് ചെയ്യുകയാണ് അത്തരം തെറ്റുകൾ വരാതിരിക്കാൻ, അല്ലെങ്കിൽ അത്തരം എന്താ പറയാ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോരായ്മകൾ വരാതിരിക്കാനായിട്ട് നമ്മളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോഴ്സ് കൂടിയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും തരത്തില് എന്താ പറയാ ആ റൂൾസ്, ആ പോളിസീസ് ഇന്നതാണ്, നമ്മളുടെ ഓർഗനൈസേഷൻ ഇങ്ങനെയൊക്കെ പാടില്ല എന്നുള്ളൊരു മൈൻഡിൽ നമുക്ക് എപ്പോഴും അതുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത്തരം ഇത് വയലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കില്ല. അത്തരം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള റൂൾസ് വയലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? മടിക്കും.
അപ്പൊ ലംഘിക്കാൻ കൂട്ടാക്കില്ല. കാരണം എന്താ, അതൊരു മിസ്കോണ്ടക്ട് ആണ്, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ബിഹേവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് കൂടിയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ് ഡിസിപ്ലിൻ. ആക്ട്സ് ആസ് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ബിക്കോസ് ഇറ്റ് എൻകറേജസ് ദ എംപ്ലോയീസ് ടു കറക്റ്റ് ദെയർ മിസ്റ്റേക്ക് ഓർ മിസ്കോണ്ടക്ട്സ്. അതായത് നമ്മളുടെ തെറ്റുകള്, നമ്മളുടെ തെറ്റായ പ്രവർത്തികള് നമ്മളെ തിരുത്താനുള്ള അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനുള്ള ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, ഐ തിങ്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനേ ഇവിടെ ഒരു സെന്റൻസ് ഞാൻ പറയാൻ മറന്നുപോയി. ആ രണ്ടാമത്തേലില്ലേ സ്റ്റാൻഡേർഡ് ബിഹേവിയറിൽ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. സെന്റൻസ് ഫുള്ളും ഇല്ല. എംപ്ലോയീസ് നീഡ് ടു ഹാവ് എ സ്റ്റാൻഡേർഡ് ബിഹേവിയർ വിച്ച് can be acquired by following a specific code of conduct formulated by the organization. അത്രയും ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അതൊരു ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ്. സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് മോട്ടിവേറ്റിംഗ് ഫോഴ്സിലും സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. ഡിസിപ്ലിൻ ആക്ട്സ് ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ബിക്കോസ് ഇറ്റ് എൻകറേജസ് ദ എംപ്ലോയീസ് ടു കറക്റ്റ് ദെയർ മിസ്റ്റേക്സ് ഓർ മിസ്കോണ്ടക്ട്സ്. അത് മതി, അത്രയും മതി. മിസ്കോണ്ടക്ട്സ് വരെ മതി കേട്ടോ. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം മോട്ടിവേറ്റിംഗ് ഫോഴ്സിൽ. യെസ്, അടുത്തത് എന്താ? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ. ഇനി മോട്ടിവേഷന് ഡിസിപ്ലിന് മറ്റൊരു രീതിയുണ്ട്, സ്വഭാവമുണ്ട്. എന്താ അത്? അത് ഒരു പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പോസിറ്റീവോ നെഗറ്റീവോ സ്വഭാവ രീതി ഉള്ളതായിരിക്കാം. ഇനി ഇപ്പൊ നമ്മൾ ഒരു ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇഫ് യു ആർ ഫോളോയിങ് സിസ്റ്റമാറ്റിക്കലി, നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടുത്തെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ നല്ല കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ there will be a positive response from the part of the employer towards the employee in the form of reward. അതവിടെ ഞാൻ കൂട്ടിച്ചേർത്തതാണ്. അതായത് നമ്മൾ അവിടുത്തെ എന്താ പറയാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തെറ്റിക്കുന്നില്ല, വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു യാതൊരു എന്താ പറയാ തെറ്റോ അല്ലെങ്കിൽ കുറ്റങ്ങളോ ഒന്നും ഇല്ലാതെ അവിടുത്തെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അപ്പാടെ അനുസരിച്ച് നമ്മൾ നമ്മളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ എംപ്ലോയർക്ക് നമ്മുടെ എംപ്ലോയിയുടെ പേരിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടാകുക. അല്ലെ നോക്കി, അതെ, അങ്ങനെയുള്ളവരെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു റിവാർഡൊക്കെ തരും. എങ്ങനെ? കാശായിട്ട് മാത്രം റിവാർഡ് തരണമൊന്നുമല്ല. അപ്പൊ മറ്റുള്ളവരുടെ മുമ്പില് ചിലപ്പോ ഒരു മീറ്റിംഗ് ഒക്കെ കൂടുമ്പോ ഇന്നാള് നോക്ക്, നിങ്ങൾ ആള് എല്ലാ രീതിയിലും കാര്യങ്ങളൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. ആൻഡ് ദാറ്റ് എംപ്ലോയീസ് ഡിസിപ്ലിൻ, ആളുടെ ഡിസിപ്ലിൻ നിങ്ങൾ നോക്കുക, അവരെ കണ്ടുപഠിക്കുക, ഇവരെ കണ്ടുപഠിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറയും. അത് മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ആണ്. സോ ഇറ്റ്സ് എ റിവാർഡ്. തീർച്ചയായിട്ടും അതൊരു പ്രതിഫലം തന്നെയാണ്. അതിൽ പരം വലിയൊരു പ്രതിഫലമില്ല. ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് അത്തരം എന്താ പറയാ വാക്കുകൾ കേൾക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾക്ക് ഒരു അപ്രീസിയേഷൻ ആണ്. സോ ഇറ്റ്സ് എ റിവാർഡ്. അതൊരു റിവാർഡാണ്. അത് എങ്ങനെയുള്ളതിനെ കിട്ടുള്ളൂ? പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ മാത്രമേ കിട്ടുള്ളൂ. പോസിറ്റീവ് റിവാർഡ്, പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുക. അങ്ങനെ വരുമ്പോൾ എംപ്ലോയർക്ക് എംപ്ലോയീസിന്റെ മേല് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് ഉണ്ടാകുക, ഒരു റെസ്പോൺസ്. അത് അവരുടെ എന്തായിട്ട് കൊടുക്കും? റിവാർഡുകളായിട്ട് പ്രൊവൈഡ് ചെയ്യും. അതേസമയം ഇഫ് യു ആർ വയലേറ്റിംഗ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതേസമയം തന്നെ നമ്മൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യാണ്, ലംഘിക്കുകയാണെങ്കിൽ there will be a negative effect. അപ്പൊ എന്തുണ്ടാകുക? ആ എംപ്ലോയീസിന്റെ പേരിൽ എന്താണ് റിവാർഡൊന്നും കൊടുക്കില്ല, അവരോട് ഇഷ്ടമൊന്നും തോന്നില്ല, അവരോട് തോന്നുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ്. ആൻഡ് ഓൾസോ അങ്ങനെ വരുമ്പോൾ അത്തരം എംപ്ലോയീസിനെ എന്ത് ചെയ്യില്ല, ഒരു രീതിയിലും ഉയർത്താൻ എംപ്ലോയർ തയ്യാറാകില്ല. അഡ്വാൻസ്മെന്റ് ഓഫ് ദ എംപ്ലോയിനെ അത് ബാധിക്കും. എന്ന് വെച്ചാൽ എന്താ, നമുക്ക് എന്നും ഒന്നും അങ്ങനെ തന്നെ നടക്കാം. കാരണം നമ്മളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നില്ല, നിയമങ്ങൾ തെറ്റിക്കുന്നു, വരുന്നതും പോകുന്നതൊക്കെ തോന്നിയ പോലെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എംപ്ലോയർ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു പോലും നോക്കില്ല. ആള് എന്ന് പറഞ്ഞപ്പോ ഏത് പൊസിഷനിലാണോ ജോലി ചെയ്തിരുന്നത് അതേ പൊസിഷനിൽ തന്നെ അങ്ങനെ തന്നെ നിൽക്കും. ഒരു വളർച്ച ആ ഒരു ബിസിനസ്സിൽ ആൾക്ക് ഉണ്ടാവില്ല. മനസ്സിലായോ? അഡ്വാൻസ്മെന്റ് ഉണ്ടാവില്ല. ആളോട് യാതൊരു രീതിയിലുള്ള എന്തെങ്കിലും അറ്റാച്ച്മെന്റോ ഇന്റിമേഷനോ ഒന്നും എംപ്ലോയർ കാണിക്കാനും പോകുന്നില്ല. ദാറ്റ് മീൻസ് അതാണ് നമ്മൾ ഈ പോസിറ്റീവ് നേച്ചറും അതുപോലെ നെഗറ്റീവ് നേച്ചറും ഡിസിപ്ലിന് ഉണ്ടെന്ന് പറയുന്നത്.
പോസിറ്റീവ് ആണെങ്കിൽ ഫോളോ ചെയ്യുന്നു, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നു, ഒരു നിയമമൊന്നും തെറ്റിക്കുന്നില്ല. അപ്പൊ എംപ്ലോയർക്ക് എംപ്ലോയീസിനോട് ഒരു എന്താ പറയാ ആ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഫെയിൽ ചെയ്യുകയും ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് റിവാർഡുകളായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ജോലിയിൽ നിന്ന പൊസിഷനിൽ ചിലപ്പോൾ വേറെ പൊസിഷനിലേക്ക് ആളെ കുറച്ചുകൂടി ഹയർ പൊസിഷനിലേക്കൊക്കെ മാറ്റാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ റിവാർഡാണ്, അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ. ഇതൊക്കെ ക്ലിയർ ആയോ? രണ്ടും പോസിറ്റീവ് നേച്ചറും ഉണ്ട്, ഡിസിപ്ലിന് നെഗറ്റീവ് നേച്ചറും ഉണ്ട്. പോസിറ്റീവ് നേച്ചർ വരുന്നത് വെൻ വി ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കൃത്യമായിട്ട് അവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും എംപ്ലോയീസിന്റെ നേർക്ക് എംപ്ലോയർമാർക്ക് ഉണ്ടാകുക. അത് ഏതിന്റെ രൂപത്തിൽ? റിവാർഡുകളുടെ രൂപത്തിൽ. അതേസമയം വയലേറ്റ് ചെയ്യാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും എംപ്ലോയീസിന്റെ പേര് ഉണ്ടാക്കുക. ആൻഡ് ഓൾസോ ഇറ്റ് എഫക്ട് ദ അഡ്വാൻസ്മെന്റ്, അതല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ദ എംപ്ലോയിന്റെ വളർച്ചയ്ക്ക് അത് തടസ്സം നിൽക്കും. ക്ലിയർ? മനസ്സിലായോ? അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെന്റൻസ് ഡിസിപ്ലിൻ ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻ നേച്ചർ. അത് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇനി എന്താണ് പോസിറ്റീവ് റെസ്പോൺസും നെഗറ്റീവ് റെസ്പോൺസ്, ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. അതായത് ആ പോസിറ്റീവ് ഓർ നെഗറ്റീവിലെ എല്ലാ സെന്റൻസുകളും കൃത്യമായി അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എംപ്ലോയറുടെ മേലുണ്ടാകും, റിവാർഡ് കിട്ടും. നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ, അതായത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നെഗറ്റീവ്ലി ആയിരിക്കും എംപ്ലോയിനെ ബാധിക്കുക, ആളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുകയും ചെയ്യും ഫോളോ ചെയ്തില്ല എങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാകും ഇല്ലേ? അടുത്ത പറഞ്ഞോട്ടെ, വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്. പറഞ്ഞോട്ടെ. യെസ്. ഇനി വീണ്ടും പറയാണ്, ഡിസിപ്ലിൻ ആർ ഓഫ് ടു ടൈപ്സ്. മറ്റേത് ഡിസിപ്ലിന്റെ സ്വഭാവം ഉണ്ട് പറഞ്ഞ, പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. ഇവിടെ ഡിസിപ്ലിൻ രണ്ട് രീതിയിലുണ്ട്. അതാണ് വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്. വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. വോളണ്ടറി ഡിസിപ്ലിനും ഇമ്പോസ്ഡ് ഡിസിപ്ലിനും. എന്താണ് വോളണ്ടറി എന്ന് പറഞ്ഞാൽ? എന്താ? എന്റെ അച്ചടക്കം ഞാൻ തന്നെ നിയന്ത്രിച്ച് കൃത്യമായിട്ട് അച്ചടക്കം പാലിച്ചു പോകുന്നു. വോളണ്ടറി അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ സ്വന്തമാക്കി ഫോം ചെയ്തെടുത്ത ഒരു ഡിസിപ്ലിൻ. നമ്മൾ തന്നെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു. ആരും നമ്മൾ ഉന്തണ്ട തള്ളണ്ട. രണ്ടാമത്തെ മനസ്സിലായിട്ടുണ്ടാകും. ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നു. രണ്ട് രീതിയിലും ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് ക്ലിയർ ആയിട്ടുണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഫോഴ്സ് ചെയ്യിപ്പിച്ച് അവരെ കൂടി ഇത് ചെയ്യ് അത് ചെയ്യുന്ന പറഞ്ഞ് നമ്മൾ അവരെ ഡിസിപ്ലിൻഡ് ആക്കുന്നു ഈച്ച് ആൻഡ് എവറി ഡേ. അത് ഇമ്പോസ്ഡ് ആണ്, അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി എന്ന് കൂടി മറ്റൊരു പേരുണ്ട് കേട്ടോ. ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എപ്പോഴാണ്? അത് നമ്മള് ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതേസമയം വോളണ്ടറി എങ്ങനെയാണ്? സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? വോളണ്ടറി. അതായത് ഒരു കുട്ടി എഴുന്നേൽക്കുന്നു, കൃത്യമായ സമയത്ത് എഴുന്നേൽക്കുന്നു, അവന്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ കൃത്യമായി ചെയ്യുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് എല്ലാ ഡേയിലും അവർ കൃത്യമായ സമയത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, സ്കൂളിൽ എത്തുന്നു. അല്ലെങ്കിൽ എന്താണ്, ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഉന്തി പിടിച്ച് വലിച്ച് ഒക്കെ കൊണ്ടുപോകണം. അപ്പൊ അവിടെ എത്തുന്ന വഴിക്ക് സമയം വൈകും അല്ലെ? രണ്ട് കാറ്റഗറിയിലും വരും. അപ്പൊ ഡിസിപ്ലിൻ ടു ടൈപ്സ് ആണുള്ളത്. ഒന്ന് വോളണ്ടറിയും ഒന്ന് ഇമ്പോസ്ഡും. എന്താ വോളണ്ടറി എന്ന് പറയുന്നത്? ഇഫ് an employee is self-disciplined, it is called വോളണ്ടറി. സിമ്പിൾ ഭാഷയാണ് അല്ലെ? നമ്മൾ സെൽഫായിട്ട് ഡിസിപ്ലിൻ ആണെങ്കിൽ അതിനെ വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് വിളിക്കും. അല്ലെങ്കിൽ അതേസമയം അത് നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്നത്, ചൂസൺ ബൈ ourselves, നമ്മളുടെ ഇഷ്ടത്തിന്, അറ്റ് അവർ വിൽ, അവർ ഓൺ വിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടം, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത്. ആരും നമ്മളെ കുത്തുന്നില്ല, തള്ളുന്നില്ല. ഓക്കെ. ബട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഇമ്പോസ്ഡ് ഫോഴ്സ്ഫുള്ളി. ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഒബ്ലിഗേറ്ററി ഓർ ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അതും എല്ലാ സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ് ആണ്. അടുത്തത് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നതേ ഇത് എംപ്ലോയീസിന്റെ ബെറ്റർമെന്റ് ഓഫ് ദ ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഒരു എന്തിനാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സാധനം ബിസിനസ് ഓർഗനൈസേഷൻസിൽ കൊണ്ടുവരുന്നത്? അത് ബിസിനസിന്റെ എന്താ പറയാ ഒരു വളർച്ചയ്ക്ക് വേണ്ടി, അങ്ങനെ അതിനു വേണ്ടി മാത്രമാണോ? അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇത് മാത്രമാണോ ലക്ഷ്യം? എംപ്ലോയീസ് നല്ല രീതിയിൽ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യണം, അതിനുവേണ്ടി മാത്രമല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെയോ ഇറ്റ് ഈസ് ടു ദ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്, ഇത് മാനേജ്മെന്റിന്റെ ഒരു അവകാശം കൂടിയാണ്. ഇവിടെ
ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ നീ ഈ ഫോഴ്സ്ഡ് ആണ്, നീ അത് ചെയ്യണം എന്നുള്ളത്. അതൊരു അവകാശമാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ വന്ന് നിങ്ങൾ ജോലി ചെയ്യുക, എപ്പോഴാണെങ്കിലും നിങ്ങൾ തിരിച്ചു വെക്കോ, ഇങ്ങനെയാവോ? ഇല്ല. എല്ലാ ഓർഗനൈസേഷനും അവരവരുടേതായ ടേംസ് ആൻഡ് കണ്ടീഷൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഫോളോ ചെയ്യാൻ അവര് എന്ത് ചെയ്യുന്നു, നമ്മളുടെ എംപ്ലോയീസിനെ നിർബന്ധിക്കുന്നു. എന്ന് വെച്ചാൽ നിർബന്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ അത് മനസ്സിലാക്കി ഇതാണ് ഇവിടുത്തെ രീതി എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ സ്വന്തമായിട്ട് അത് പാലിച്ചുകൊണ്ടിരിക്കും. അല്ലെ? ചില ആൾക്കാർ ഇതാണെന്ന് അറിയാം, പക്ഷെ എങ്കിലും ലംഘിച്ചുകൊണ്ടിരിക്കും. രണ്ടു കൂട്ടരും ഉണ്ട് അതിനകത്ത്. ഓക്കെ, എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്യുന്നവരായിരിക്കില്ല. പക്ഷെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എംപ്ലോയീസിന്റെ ബെറ്റർമെന്റിന്, ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ബെറ്റർമെന്റിന് വേണ്ടി മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ എ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റിന്റെ ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അവകാശം കൂടിയാണ്. അപ്പോ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഇപ്പൊ ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പറഞ്ഞില്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അതൊക്കെ എന്തായിരിക്കണം, ന്യായമായതായിരിക്കണം, ഫോളോ ചെയ്യാൻ പറ്റുന്നത് കൂടി ആയിരിക്കണം. ബട്ട് ഇഫ് ഇറ്റ് ഈസ് അൺഫെയർ ഓർ അൺജസ്റ്റ്, എന്നാൽ അത് ന്യായമല്ലാത്തത്, ഫേവറബിൾ അല്ലാത്തത്, അൺജസ്റ്റ് ആയ നീതിയില്ലാത്ത രീതിയിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അവരോട് അങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്, നിങ്ങൾ ഇത് പാലിക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ എംപ്ലോയീസിന് ഡിനൈ ചെയ്യാം. അങ്ങനെയൊക്കെ ഡിനൈ ചെയ്യുമ്പോഴാണ് ഗ്രീവൻസുകൾ ഉണ്ടാവുക. അല്ലെ? ഞങ്ങൾക്ക് ഇത് പറ്റില്ല, ഇത് ഈ ഒരു ആശയത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല, അതല്ലെങ്കിൽ ഇത്തരം നിയമം ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് അവർക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ചില നിയമങ്ങൾ വേറെ കൊണ്ടുവരികയാണ്. ഇവിടെ നിങ്ങൾ രാത്രി 8 മണി വരെ ജോലി ചെയ്യണം, ഇവിടെ ജോലി ചെയ്യുന്നവരെല്ലാം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ അത് അവർക്ക് പറ്റില്ല എങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ റെഗുലേഷൻ അല്ലെങ്കിൽ റൂള് നമുക്ക് പറ്റില്ല, ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ള രീതിയിൽ പറയാം. അത് അവിടെ എന്ത് ചെയ്യാം, അതവർക്ക് വേണ്ടാന്ന് വെക്കാം. അപ്പൊ അത് വേണ്ടാന്ന് വെക്കുമ്പോൾ അത് എല്ലാവരുടെയും കൂടി കളക്റ്റീവ് ആയിട്ടുള്ള ഒരു എന്തായി മാറും, നമ്മുടെ ഗ്രീവാൻസുകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് പാലിക്കണം. ബാക്കിയുള്ളത് ഫോളോ ചെയ്യും. അൺഫെയർ ആയിട്ടുള്ളത് മാത്രമേ പാലിക്കാൻ തീരുന്നു. അല്ലെ, ഫെയർ ആയിട്ടുള്ള 10 മണിക്ക് വരണം ജോലിക്ക് എന്ന് പറയുമ്പോൾ 10 മണിക്ക് വരാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ നടക്കണം എങ്ങനെയാ, ജോലിക്ക് വരണം എങ്ങനെയാ? അല്ലെ? അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ 10 മണിക്ക് വരണം എന്ന് പറഞ്ഞിട്ട് 10:30 എത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, അത് എഗെയിൻസ്റ്റ് ആണ്. കാരണം അതൊന്നും പാലിക്കാൻ പറ്റാത്ത അത്ര വലിയ റൂളൊന്നും അല്ല. അല്ലെ? 5 മണി വരെ ജോലി ചെയ്യണം, അതും പാലിക്കാൻ പറ്റാത്ത ജോലിയൊന്നുമല്ല. അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമുക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാം, അതായത് എതിർക്കാം, ഡിനൈ ചെയ്യാം, വേണ്ടാന്ന് വെക്കാം. ഓക്കെ, അതിനെയാണ്, അതൊരു മാനേജ്മെന്റിന്റെ റൈറ്റ് ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ ഉണ്ടാക്കി വെക്കണം എന്നുള്ളത് അത് അവരുടെ അവകാശമാണ്. അത് നമ്മളുടെ അത് എംപ്ലോയീസിന്റെ ബെറ്റർമെന്റിനും വേണ്ടിയിട്ടാണ്. രണ്ടും ഉണ്ട് അതിനകത്ത്. നമ്മൾക്ക് ഒരു അച്ചടക്കം പാലിക്കാൻ പറ്റും, അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ബിഹേവിയറിലും പാറ്റേണിലൊക്കെ ഒരു ഇച്ചിരി സ്റ്റാൻഡേർഡൈസ്ഡ് രീതിയാകും. അല്ലെ? കൃത്യത ഒക്കെ വരും. അല്ലെ? കുട്ടികളോട് പറയാറില്ലേ നമ്മള്, നീ ഒന്ന് തെറ്റന്ന് എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ ചെയ്തു നോക്കിയേ, നിന്റെ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും, ഇഷ്ടംപോലെ സമയം നിനക്ക് പഠിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒന്ന് നീ ഡിസിപ്ലിൻഡ് ആയി നോക്കിയേ എന്ന് നമ്മൾ മക്കളോട് പറയാറില്ലേ? അത് തന്നെ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനോടും അവിടുത്തെ എംപ്ലോയർ പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിച്ചു നോക്ക്. സോ അതൊക്കെ വെൽ ആയിട്ട് എല്ലാം പെർഫോം ചെയ്യാൻ പറ്റും, അല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഫോളോ ചെയ്യാൻ പറ്റാത്തതും അത് നമുക്ക് ഡിനൈ ചെയ്യാം എന്നുള്ളതാണ്. ക്ലിയർ ആയോ? റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്, ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. ഒന്നാമത്തെ, ഇംപ്ലിമെന്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓൺ ദ എംപ്ലോയീസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇസ് ദ നീഡ്, അതൊരു ആവശ്യമാണ്. ആസ് വെൽ ആസ് ദ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ അവകാശമാണ്. ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ കൺട്രോളിംഗ് ഫോഴ്സ് ആണ്. ഇനി ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു കൺട്രോളിംഗ് എന്ന് വെച്ചാൽ നിയന്ത്രണത്തിന്റെ ഒരു ശക്തി കൂടിയാണ്. കാരണം നമ്മളുടെ എംപ്ലോയീസിന്റെ എന്താ പറയാ ആക്ച്വൽ ആയിട്ടുള്ള ബിഹേവിയറിനെ കുറെയൊക്കെ റെഗുലേറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ ശരിയായ സ്വഭാവ രീതി, അവരുടെ പെരുമാറ്റം എന്താണോ അതിനെയൊക്കെ ഒന്നുകൂടി എന്താ പറയാ മെച്ചപ്പെടുത്താൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാം, നിയന്ത്രിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ നമ്മള് വീട്ടില് വെറുതെ ഇരുന്നപ്പോ ജോലിയൊന്നും ഇല്ലാതെ ഇരുന്ന സമയത്ത് ഞാൻ കൂടുതൽ സമയം എന്ത് ചെയ്യാ, ഒന്നല്ലേ ടി വി ആണ് അല്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല, അതിനുള്ള സമയം എനിക്ക് തരണം എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളുടെ ആ ഒരു നമ്മളുടെ ലൈഫ് സ്റ്റൈലിനകത്ത് ഒരു റെഗുലാരിറ്റി വരും, ഒരു റെഗുലേഷൻ.
എന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വൽ ബിഹേവിയറിനെ ഒന്നുകൂടി നമുക്ക് എന്താ പറയാ ഒന്നുകൂടി റെഗുലേറ്റ് ചെയ്യാം അല്ലെ, ഭംഗിയാക്കാൻ പറ്റും, സുന്ദരമാക്കാൻ പറ്റും. ഇത്ര സമയത്തിന് ജോലിക്ക് പോകുന്നു, കൃത്യസമയത്തിന് ജോലിക്ക് എത്തുന്നു, അവിടെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ഓരോ സമയങ്ങളിൽ ചെയ്യുന്നു അല്ലെ, അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ പറയാ ആവശ്യമില്ലാത്ത കുറെ ലിഷർ ടൈം ഒന്നും നമുക്ക് വെറുതെ പാഴാക്കി കളയേണ്ടി വരില്ല. മാക്സിമം നമ്മുടെ യൂസ് ടൈം ഒക്കെ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് സമയമൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ പെർഫോമൻസും അതനുസരിച്ച് വർദ്ധിക്കും. സോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു കൺട്രോളിങ് ഫോഴ്സ് ആണ്. നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാധനം കൂടിയാണ് ഡിസിപ്ലിൻ അല്ലെ. നമ്മളെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഒരു ഡിസിപ്ലിൻഡ് ആകുകയാണെങ്കിൽ. അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡിസിപ്ലിൻ കിട്ടുക. അല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മള് വീട്ടിൽ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് നമ്മളുടേതായ ചില കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചില ആളുകൾ കുറെ നേരം ഇരുന്ന് ടി വി കാണുക, അല്ലെങ്കിൽ കുറെ നേരം ഇരുന്ന് ഫോൺ കാണുക, അല്ലെങ്കിൽ ചില ആളുകൾ അവരവരുടേതായ ഏതെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. സോ അതിൽ നിന്നൊക്കെ മാറി ഒരു റെഗുലാരിറ്റി നമ്മുടെ ലൈഫിലൊക്കെ വരാൻ സാധിക്കുന്ന ഒരു ഒന്നുകൂടിയാണ്. അതുപോലെ നമ്മുടെ പെർഫോമൻസ് കണ്ടോ, നമുക്ക് ചെയ്യാനുള്ള കാര്യം കൃത്യമായി നമ്മൾ ചെയ്യുന്നു സമയത്തിന്. ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ജോലി കൃത്യമായി ചെയ്യും, പെർഫോമൻസ് നല്ല ബെറ്റർ ആക്കാനും പറ്റും. സോ ദീസ് ആർ ദ നേച്ചർ ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിന്റെ നേച്ചേഴ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. ഓക്കെ, അപ്പൊ ആ ലാസ്റ്റത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. കൺട്രോളിംഗ് ഫോഴ്സ് ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. കാരണം അത് നമ്മളുടെ ആക്ച്വൽ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുകയും നമ്മളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല 6 പോയിന്റുകളുടെ ആ ബോൾഡ് ആയിട്ട് ഇരിക്കുന്ന ഹെഡിങ്ങുകളും ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? പോട്ടെ അടുത്തതിലേക്ക്. യെസ്, എന്താണ് മനസ്സിലായല്ലോ അല്ലെ എല്ലാവർക്കും? ഓക്കെ, കുറച്ച് കാര്യം കൂടി പറയാം. 1-2 എടുക്കണുള്ളൂ, അധികം എടുക്കുന്നില്ല. ഞാൻ എന്താന്ന് നേരത്തെ ചോദിച്ച ഡൗട്ട് എന്താന്ന് പറയാനുള്ള സമയം തരാം കേട്ടോ. അക്ഷയ, അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ ആണ്. ഇനി ഡിസിപ്ലിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ നല്ല ഡിസിപ്ലിൻ എന്തിനു വേണ്ടിയിട്ടാ? ഏത് സ്ഥാപനങ്ങളിലും ഡിസിപ്ലിൻ ഉണ്ട്. ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോ തുടങ്ങി നമ്മൾ ഡിസിപ്ലിനെ കുറിച്ചിട്ട് പറയുന്നതും അറിയുന്നതും ഒക്കെയാ അല്ലെ. സ്കൂളിൽ ചേരുമ്പോ തുടങ്ങി ഇപ്പൊ സമയത്തിന്, ഇപ്പൊ LKG-ലോ ഒക്കെ നമ്മൾ ചെല്ലുമ്പോ തന്നെ നമ്മൾ ഇത്ര സമയത്ത് നമ്മൾ ക്ലാസ്സിൽ കയറണം അല്ലെ, യൂണിഫോം ഒക്കെ കൃത്യമായി ധരിക്കണം, ബുക്സ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള കുഞ്ഞു ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ തുടങ്ങി നമ്മൾ പഠിക്കുന്നത്. സ്റ്റിൽ നമ്മൾ ഇപ്പോഴും ഓരോ കാര്യങ്ങളിലും അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ നമ്മൾ പുതിയതായിട്ട് ചെല്ലുമ്പോഴും വി ഹാവ് ടു ഫോളോ ദ ഡിസിപ്ലിൻ ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ. അവിടെ ചെല്ലുന്നിടത്ത് നമ്മൾ ആ രീതിയിലാണ് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഓഫീസിലേക്ക് കയറുന്നു, ജോലിക്കൊന്നുമല്ല അല്ലാതെയൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ചിലപ്പോ നമ്മൾ ആരെങ്കിലും കുട്ടികളോ അങ്ങനെ അയ്യോ പത്തൊന്നൊക്കെ പറഞ്ഞ ചെപ്പാടത്ത് വർത്താനൊക്കെ പറയുമ്പോൾ പറഞ്ഞിരിക്കും അല്ലെ. പക്ഷെ നമ്മളൊരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓടി ചെന്നിട്ട് വളരെ സൗണ്ട് ഒന്നുമില്ല, ആക്ഷൻസിലൂടെ വേഗം ചെന്ന് പരിചയപ്പെടുന്നു, പരിചയം പുതുക്കുന്നു, അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നു. അതൊക്കെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു അല്ലെ. ഒരു ചെറിയ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ ഒക്കെ ചെന്നിട്ട് അല്ലെ, അല്ലെങ്കിൽ പുറത്തേക്ക് വിളിച്ചിട്ട് പോയിട്ട് പുറത്ത് നിന്നിട്ടൊക്കെ ആയിരിക്കും നമുക്ക് സംസാരിക്കാം. അപ്പൊ ഓരോ ബിഹേവിയറൽ പാറ്റേൺ അത് ഓരോ സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് ഷുഡ് ബി ഫോളോഡ് എവ്രിവെയർ. എവിടെയും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് അച്ചടക്കം, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡിസിപ്ലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ: ഒന്ന്, അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്, ലക്ഷ്യം നേടിയെടുക്കാൻ. ഇവിടെ നമ്മൾ ഓർഗനൈസേഷന്റെ ഡിസിപ്ലിൻ പറയുന്നത് കൊണ്ട് ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് എവറി ഓർഗനൈസേഷൻ ഹാസ് സെറ്റ് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. എല്ലാ ഓർഗനൈസേഷനും അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ആളുകൾ എല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഓർഗനൈസേഷൻ ഓൾസോ force the employees to follow these rules and regulations, or to maintain these rules and regulations. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ ഇടയിലും എന്ത് ചെയ്യാണ്, ഇത്തരം ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഓൺലി ദ ഓർഗനൈസേഷൻ ക്യാൻ സക്സീഡ് ഇൻ അച്ചീവിങ് ഇറ്റ്സ് ഗോൾ. അതുകൊണ്ട് അങ്ങനെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഓർഗനൈസേഷന് ഈസി ആയിട്ട് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്നാൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഇഫ് ദേ ആർ അൺഡിസിപ്ലിൻഡ്, നല്ല രീതിയിലല്ല, ഡിസിപ്ലിൻഡ് അല്ല എങ്കിൽ എന്ത് പറ്റും, ഓർഗനൈസേഷന് ഇഫക്റ്റീവ് ആയിട്ടോ എഫിഷ്യന്റ് ആയിട്ടോ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ പകുതി മുക്കാലും രക്ഷപ്പെട്ടു ഓർഗനൈസേഷൻ. എല്ലാ എംപ്ലോയീസും പെർഫെക്റ്റ് ആണ്,
ടൈമിന് ജോലിക്ക് വരുന്നു, ടൈമിന് തന്നെ ഇറങ്ങി പോകുന്നു. ഏത് ടൈമിലാണോ ലഞ്ച് ബ്രേക്ക്, ആ സമയത്ത് മാത്രം അവർ ലഞ്ച് ബ്രേക്കിന് പോകുന്നു. കൃത്യമായി അവർ അവരുടെ ഡ്യൂട്ടീസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. അങ്ങനെ വന്നാൽ തന്നെ എന്ത് ചെയ്തു? ഓർഗനൈസേഷന്റെ സക്സസിന്റെ പകുതി മുക്കാൽ ഭാഗം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു എന്നാണ്. മാക്സിമം എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ബൈ ദ മാനേജ്മെന്റ് ടു മേക്ക് ദെയർ എംപ്ലോയീസ് ഡിസിപ്ലിൻ. അതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് എന്ത് ചെയ്യണം? പരമാവധി എഫേർട്ട് എടുത്ത് അവിടുത്തെ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ലക്ഷ്യം വെക്കുന്നു. അതോടൊപ്പം തന്നെ ടു അച്ചീവ് ദെയർ ഓർഗനൈസേഷണൽ ഗോൾസ്. എന്നാൽ മാത്രമാണ് അവർക്ക് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് അതിനുള്ള എഫേർട്ടുകൾ എടുക്കണം. എല്ലാവരെയും ഡിസിപ്ലിൻഡ് ആക്കാൻ. ആരെങ്കിലും ഒക്കെ ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ ചെന്നിട്ട് കണ്ട് അവരുമായിട്ട് സംസാരിച്ച് അതെ ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് ഇവിടുത്തെ റൂൾസ്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അവരെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നു. ആദ്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അത് കഴിയുമ്പോൾ അവനെ കൊണ്ട് ഫൈനോ മറ്റു കാര്യങ്ങളൊക്കെ പെനാൽറ്റി ഒക്കെ ഇടിപ്പിക്കും. അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നടത്തി മാനേജ്മെന്റ് കൃത്യമായി ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് തന്നെ എംപ്ലോയീസിനെ കൊണ്ട് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് പ്രവർത്തിപ്പിക്കുക. അപ്പൊ ഒന്നാമത്തേത് മെയിൻറ്റെയിൻ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ എന്നുള്ളതിന്റെ ഒന്നാമത്തെ പോയിന്റ് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ആ ഒരു ഓരോ ഒബ്ജക്റ്റീവ്സിന്റെ മെയിൻ ഹെഡിങ്ങുകൾ ഇമ്പോർട്ടന്റ് ആണ്. 5 എണ്ണം ഉണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തേതാണ് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. ഇനി അതിന്റെ അകത്ത് താഴെ നിങ്ങൾക്കൊരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാറുണ്ട്. നോക്കുക, മാക്സിമം എഫേർട്ട് ഷുഡ് ബി, ദസ് വേണ്ട, അല്ലാതെ മാക്സിമം എഫേർട്സ് ഷുഡ് ബി മെയ്ഡ് ബൈ ദ മാനേജ്മെന്റ് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഒന്നാമത്തെ പോയിന്റില് ലാസ്റ്റ് സെന്റൻസ് വിത്തൗട്ട് ദസ്, ദസ് വേണ്ട കേട്ടോ. ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ചോദിക്കാം കേട്ടാ. അടുത്തത് മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? ഡിസിപ്ലിന്റെ എംപ്ലോയീസിനെ അവരവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി, എംപ്ലോയീസിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ പറയാ, ചില എംപ്ലോയീസ് ഇഫ് ദേ മേക്ക് സം ഇറസ്പോൺസീവ് ബിഹേവിയർ, അതായത് റെസ്പോണ്ട് ചെയ്യാത്ത രീതിയിലുള്ള ബിഹേവിയർ ഒക്കെ ചിലപ്പോ എന്താ പറയാ എംപ്ലോയീസിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാകും. അതിൽ അവരെ എന്ത് ചെയ്യാം? കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡിസിപ്ലിൻ എന്ത് ചെയ്യണം? ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യണം. ചില ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും അത് കേട്ടാലും അനുസരിക്കില്ല. പക്ഷെ അങ്ങനെയുള്ള അനുസരണക്കേടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഡിസിപ്ലിൻ ഉപയോഗിക്കാം. അത് പറ്റില്ല, ഇങ്ങനെ നീ ചെയ്യണം. കാരണം മറ്റുള്ളവര് അത് ചെയ്യുന്നുണ്ട്, അത് ഒബേ ചെയ്യുന്നുണ്ട്, ആ റൂൾ അവര് പാലിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പാലിക്കാമെങ്കിൽ വൈ ഷുഡ് യു, നിനക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ കറക്റ്റ് ചെയ്യാം. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇത്തരം ഇറസ്പോൺസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ എംപ്ലോയീസിന്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇഫ് ദേ ആർ ഫോളോയിങ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ they will be more responsible. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? റൂൾസും റെഗുലേഷൻസ് ഒക്കെ അവർ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡറിൽ അങ്ങോട്ട് ഫോളോ ചെയ്തോ. അങ്ങനെ വരുമ്പോൾ they will be more responsible. അവരുടെ ഡ്യൂട്ടി ഒക്കെ അവർ ചെയ്യാനായിട്ട് കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കും. അതാണ് മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ എന്ന ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ്. യെസ്, ഇവിടെ വെച്ച് നിർത്താട്ടോ, ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് എംപ്ലോയി ഡിസിപ്ലിൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് തുടങ്ങിയത്. എംപ്ലോയി ഡിസിപ്ലിൻ എന്താണെന്ന് പറഞ്ഞു, വെറും ഡിസിപ്ലിൻ എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം ഏതാ നോട്ട് ചെയ്യേണ്ടത്? ഇപ്പൊ പറഞ്ഞതില് രണ്ടാമത്തെ പോയിന്റില്ലേ, മേക്കിംഗ് റെസ്പോൺസിബിൾ, എംപ്ലോയീസ് റെസ്പോൺസിബിൾ എന്ന് പറയുന്നതിന്റെ ലാസ്റ്റ് സെന്റൻസ്, if employees follow set of rules and regulations in a systematic way, then they will become more responsible in their duties towards their organization. Okay, ആ സെന്റൻസ് കേട്ടാ. അപ്പൊ ഇവിടെ തുടങ്ങിയ നമ്മൾ അതിനകത്ത് നേച്ചർ ഓഫ് ഡിസിപ്ലിൻ കണ്ടു, പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിന്റെ 2 പോയിന്റുകൾ വരെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതുവരെ നന്നായിട്ട് പഠിക്കാം കേട്ടാ. ഓക്കെ, യെസ്. ഇനി എന്താണ് പറയാനുള്ളത്? എന്താ അക്ഷയ ചോദിച്ചത്? എനിക്ക് അത് ക്ലിയർ ആയില്ല, അതുകൊണ്ടാണ്. ആ മാം, എവിടെയാണ് പ്ലേസ് ആക്കാന്നറിയോ? പ്ലേസ്മെന്റിന്റെ കാര്യമാണോ ചോദിച്ചത്? എന്താ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? പ്ലേസ്മെന്റ് തരുന്നതാണോ, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് തരുന്നതാണോ പറഞ്ഞത്? സർട്ടിഫിക്കറ്റ് കിട്ടും പറഞ്ഞിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് തരുന്നു പറഞ്ഞു. പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഇല്ല. പ്ലേസ്മെന്റിന്റെ കാര്യം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെ ആരോടെങ്കിലും ഇരിക്കുന്ന വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മാം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ്
അതാ പറഞ്ഞേക്കണേ, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടുന്ന് എന്താ പറയാ, നിങ്ങൾക്ക് എവിടെ എന്താ പറയാ ഈ ലിസ്റ്റുകള്, അതായത് ഇല്ലേ നിങ്ങൾക്ക് എവിടേക്ക് ഈ ജോലി സാധ്യതകൾ HRM-ഉമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എവിടേക്ക് ജോലികൾ കിട്ടാനുള്ള ചാൻസസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഹെൽപ്പാണ് നമ്മൾ എല്ലാവരും ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഒരു ഹെൽപ്പായിരിക്കും കിട്ടുക, അത് ഇന്ന സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ഒരു അസിസ്റ്റൻസ് ഇവിടുന്ന് തരുന്നതായിരിക്കും. ഓക്കെ, അല്ലാതെ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്